കൊല്ലം കല്ലും താഴത്ത് ദേശീയപാത വികസനത്തിന്റെ പേരിൽ ജനങ്ങൾ ദുരിതത്തിൽ. പൂർത്തിയാകാതെ നീളുന്ന ഹൈവേ നിർമ്മാണവും അടച്ചിട്ട റോഡുകളും ഗതാഗതക്കുരുക്കും ജനജീവിതത്തെ പ്രതിസന്ധിയിലാക്കി. സ്കൂൾ തുറന്നതോടെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതും സ്ഥിതി കൂടുതൽ വഷളാക്കി. പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ PWD NH ഓഫീസ് ഉപരോധിച്ചു. കൊല്ലത്ത് കല്ലുംതാഴം മേഖലയിലെ ഹൈവേ നിർമ്മാണ ജോലികൾ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ദുരിതത്തിലാകുന്നത് സാധാരണ ജനങ്ങളാണ്. റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങളാണ് മേഖലയിൽ വലിയ പ്രതിസന്ധിക്ക് വഴിവെച്ചിരിക്കുന്നത്. റെയിൽപാതയ്ക്ക് കുറുകെ പാലത്തിനുള്ള ഗർഡർ സ്ഥാപിക്കുന്നതിനായാണ് പ്രധാന റോഡുകളിൽ ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുകയും വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തത്. ദേശീയപാത 66 ആറുവരി വികസനത്തിന്റെ ഭാഗമായുള്ള ഈ നിയന്ത്രണങ്ങൾ നഗരത്തിലടക്കം വലിയ ഗതാഗതക്കുരുക്കിന് കാരണമായി. സ്കൂൾ തുറന്നതോടെ രാവിലെയും വൈകിട്ടും തിരക്കേറിയ സമയങ്ങളിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ കുരുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. വാഹനയാത്രക്കാർക്കും കച്ചവടക്കാർക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ദുരിതമാകുകയാണ് നിലവിലെ ട്രാഫിക് ക്രമീകരണം. വികസനത്തിന്റെ പേരിൽ കല്ലുംതാഴത്തെ ജനങ്ങൾ ഒറ്റപ്പെടുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഒരു വശത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്ക്, മറുവശത്ത് ഇരുവശങ്ങളെയും ബന്ധിപ്പിക്കുന്ന സർവീസ് റോഡുകൾ പോലും ഇല്ലാത്ത അവസ്ഥ. ചെറുതും വലുതുമായ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയായിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാതെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്. പാലം നിർമ്മാണത്തിനോടൊപ്പം തന്നെ ഇരുവശങ്ങളെയും ബന്ധിപ്പിക്കുന്ന സർവീസ് റോഡുകൾ അടിയന്തരമായി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി ഡിവൈഎഫ്ഐ പ്രവർത്തകർ PWD NH ഓഫീസ് ഉപരോധിച്ചു. വളരെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം ആ മേഖലയിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട അവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം തന്നെ ചില അശാസ്ത്രീയത ഇപ്പോൾ വിദഗ്ധ ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ നിർമ്മാണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സർവീസ് റോഡ് അടച്ചത്. പക്ഷേ കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് പ്രധാനപ്പെട്ട ബൈപ്പാസ് റോഡിലും ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നില്ല, സർവീസ് റോഡിലും ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് അടച്ചിട്ടിട്ട് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഇപ്പോൾ നടത്തുന്നില്ല. ഈ 1 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കുമെന്നായിരുന്നു അധികൃതരുടെ വാഗ്ദാനം. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ജോലികൾ എങ്ങും എത്താത്തതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തിരുവനന്തപുരം, എറണാകുളം ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ പോലും വഴിതിരിച്ചുവിട്ടാണ് ഹൈവേയിൽ പ്രവേശിക്കുന്നത്. നിർമ്മാണം കൃത്യമായി നടത്താത്ത കരാർ കമ്പനികളും കാര്യക്ഷമമായ നിരീക്ഷണം നടത്താത്ത ഉദ്യോഗസ്ഥരുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. വികസന പദ്ധതികൾ ജനങ്ങൾക്ക് സൗകര്യമാകേണ്ടിടത്ത് കല്ലുംതാഴത്ത് അത് ദുരിതമായി മാറുന്നുവെന്ന പരാതിയാണ് ഉയരുന്നത്. നിർമ്മാണം എപ്പോൾ പൂർത്തിയാകും? ഗതാഗതക്കുരുക്കിന് എപ്പോൾ അറുതിയാകും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ നാട്ടുകാർ കാത്തിരിക്കുന്നത്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.